ഹലോ ഗൈസ്, വെൽക്കം ടു മലബാർ വിക്കി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് മലാക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ മലാക്ക എന്ന് പറയുന്നൊരു ഡയറി ഫാം കൂടിയുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കൃഷ്ണഗിരി എന്നാണ് ഈ ഫാം അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അതിൻ്റെ തന്നെ കാര്യദർശിയായ നമ്മുടെ രാജേഷ് ചേട്ടനോട് നമുക്ക് ചോദിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കാം. അപ്പോൾ രാജേഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഫാമിൽ വന്നപ്പോൾ തന്നെ പറയണ കേട്ടത് കേരളത്തിൻ്റെ കൃഷ്ണഗിരി എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് എൻ്റെ സ്വന്തം കൃഷ്ണഗിരിയിലുള്ള ഫാമിലുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നാട്ടിലെ ലോക്കൽ ബ്രീഡ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഒറിജിനൽ കൃഷ്ണഗിരി ബ്രീഡ് മാത്രം. എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള ഒറിജിനൽ ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ ബ്രീഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ HF ജേഴ്സി മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം പ്യുവർ ഹൈബ്രിഡ് തന്നെ. അതാണ്. നമ്മൾ 6 മാസം ചെനയുള്ളപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു 2 മാസം നോക്കി 9ാം മാസത്തിൽ അല്ലെങ്കിൽ 8.5 മാസമായാലും നമ്മൾ കർഷകർക്ക് കൊടുക്കുക. അപ്പോൾ പശുക്കൾ എന്ന് പറയുമ്പോൾ കിടാക്കളുണ്ടോ അല്ലെങ്കിൽ ചെന പശുക്കൾ, പ്രസവിച്ച പശുക്കൾ, എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ 6 മാസം പ്രായം മുതൽ മുകളിലേക്ക് ചെന പശുക്കളാണ് കൂടുതൽ സെയിൽ വരുന്നത്. കിടാരി കടിഞ്ഞൂൽ ചെന മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനൊക്കെ വരുന്ന റേറ്റ് അതൊന്ന് പറയാമോ? നമ്മളിവിടെ ഇതൊക്കെ ഹൈബ്രിഡുകളാണ്, ഹെവിയാണ്. നമ്മൾ 75 ഒക്കെ വില വരുന്നുണ്ട് നല്ല പശുക്കള്. പക്ഷെ കൃഷ്ണഗിരിയിലാണെങ്കിൽ 1 ലക്ഷം വില വരുന്നുണ്ട്. അപ്പോൾ ഈ കൃഷ്ണഗിരി പശുക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ? അതിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താമണിയിലുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് കൃഷ്ണഗിരി. ചിന്താമണിയുടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം കേരള കാലാവസ്ഥയുമായിട്ട് അനുയോജിച്ചു പോകുന്ന സ്ഥലമാണ്. നമ്മൾ അവിടുത്തെ കർഷകർക്ക് കുട്ടികളെ വാങ്ങി കൊടുക്കുന്നു. ചെനയ്ക്ക് നമ്മൾ തന്നെയാണ് കുത്തിവെക്കുന്നത്. പ്രസവിക്കുന്നത് ഒരു 6 മാസം ആകുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നു. ആ കുട്ടികളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ഏകദേശം എത്ര ലിറ്റർ പാല് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? നമ്മളിപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ 20 ലിറ്ററിന്റെ മേലെ 25 ലിറ്ററോളം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പശുക്കളെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പറയുന്നിടത്തൊക്കെ നമ്മൾ ഡെലിവറി ഉണ്ടോ? നമ്മൾ എത്തിച്ചു കൊടുക്കും. നമ്മൾ കൂടുവണ്ടി ഉണ്ട്, റബ്ബർ മാറ്റ് ഇട്ടുകൊണ്ട് തന്നെ വളരെ സേഫായി അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പീസായിട്ടാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബൾക്ക് ലോഡുകളായിട്ട് നമ്മൾ കൊടുക്കും? ഇല്ല, നമുക്ക് കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ അവർക്ക് മാന്യമായിട്ടുള്ള സേവനം തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് കണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതിന് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഇപ്പം 100ഓളം പശുക്കളുണ്ട്. ഇതൊന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ പാല് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇപ്പോൾ നിർത്തിയിട്ടില്ല. നമ്മളൊരു 50 എണ്ണത്തിന് നിർത്താനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. 40 പശു 10 എരുമേനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ബാച്ചിലില്ല. നമ്മൾ അടുത്ത ബാച്ചിൽ ഇവിടെ അടുത്ത് ഫാമിന്റെ പണി നടക്കുന്നുണ്ട്. ഒരു 100 മീറ്റർ അപ്പുറത്താണ്. 150ഓളം പശുക്കൾ അതിലുണ്ടാവും. അതാണ്. ഈ ഗ്രാമത്തിലെ 25ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 25 കുടുംബം ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മളിവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ചോളകാണ്, പച്ചച്ചോളകാണ്. ചോളകത്തട്ട് എന്നറിയപ്പെടും. അത് ആഴ്ചയിൽ 2 ലോഡ് മേട്ടുപാളയം സത്യമംഗലത്ത് നിന്ന് വരും. അതല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പരുത്തിക്കുരുവാണ്. കുരുവാണ് കൊടുക്കുന്നത്. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും. അതുപോലെ ചോളകത്തവിട്, ഗോതമ്പ് തവിട് എല്ലാം നാച്ചുറലാണ് കൊടുക്കുന്നത്. പല്ലറ്റ് കൊടുക്കുന്നില്ല. എല്ലാം ചെനപ്പശുക്കളാണ്. പിന്നെ എന്തെങ്കിലും സമീകൃത ആഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ? അവർക്ക് കൊടുക്കുന്നതെല്ലാം നല്ല ആഹാരങ്ങളാണ്. ഒറിജിനൽ സാധനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പശുക്കളെ വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് എന്തെങ്കിലും സ്കീമുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ അതായത് ക്ഷീരവകുപ്പിൻ്റെ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ, പഞ്ചായത്തിൻ്റെ സ്കീമുകൾ വരുന്നുണ്ട്. ആ സ്കീമുകൾക്ക് വേണ്ട എല്ലാവിധ പേപ്പറുകളും നമ്മൾ ഇവിടുന്ന് ശരിയാക്കി കൊടുക്കും. നമുക്ക് മാസത്തിൽ ഇവിടേക്ക് വരുന്ന ലോഡ് അവരുടെ പേരിലേക്ക് ആക്കി നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വല്ല പരിചരണമോ മരുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നത്? സേവനം റെഗുലർ ആയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു ഡോക്ടറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതല്ലാതെ ഭാവിയിൽ ഇപ്പോൾ എന്തെങ്കിലും വേറെ മറ്റുള്ള പ്ലാനുകൾ ചേട്ടൻ്റെ മനസ്സിലുണ്ട്? നമ്മൾ അടുത്തത് ആടിൻ്റെ പ്ലാനാണ്. ഒരു 500ഓളം ആടുകളുടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. വെള്ളാടുകളെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെ തനിമയുള്ള വെള്ളാട്, നമ്മുടെ മലബാറിയേക്കാളും നല്ല ആടുകളാണ്. പ്യുർ ബ്ലാക്കാണ് അവർ. ഒരു പ്രസവത്തിൽ തന്നെ 3 കുട്ടികളെ കിട്ടാവുന്ന നല്ല പാലുള്ള ഒരു ഇനമാണ്. നല്ല ആരോഗ്യം. ഇവിടെയുള്ള മലബാറി ആടിനേക്കാളും 1.5 അടി ഹൈറ്റും വെയിറ്റും കൂടാവുന്ന, ലെങ്ത്ത് കൂടാവുന്ന
വെയിറ്റ് കൂടുതലുള്ള ആടുകളാണ്. ഓക്കെ. പിന്നെ ഈ പശുക്കൾക്ക് ഇപ്പോൾ സാധാരണ ചിലർക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി എടുക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ പറയുന്നത്? ഇപ്പം നമ്മൾ ഈ മാർക്കറ്റ് ഈ റോഡ് പോലത്തെ ചന്തകളിൽ നിന്ന് എടുക്കുമ്പോൾ തൈലേറിയ പോലത്തെ അസുഖങ്ങളുണ്ടാവും. നമ്മൾ ഒരു കാരണവശാലും ചന്ത വശത്തേക്ക് പോകാറില്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറില്ല, നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നു. നമ്മൾ കൊടുത്ത കുട്ടികളെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഞാനൊരു 7-8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉരുക്കളെ തിരഞ്ഞെടുക്കാൻ എനിക്കറിയാം. ഞാൻ മികച്ച ക്ഷീരകർഷകന്റെ അവാർഡ് 2016, 2017 എനിക്കായിരുന്നു. അതെ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസോട് കൂടിയാണ് അപ്പോൾ ചേട്ടൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പശുക്കളെ എടുക്കുന്ന ആളുകൾക്ക് 100% നല്ല ബ്രീഡും കിട്ടും. അതേപോലെ തന്നെ വിശ്വസിച്ച് നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ജേഴ്സി പശുക്കളുടെ കാര്യം പറഞ്ഞല്ലോ, അതിന് ഏകദേശം എത്ര ലിറ്റർ പാലും കാര്യങ്ങളും? ജേഴ്സി നമുക്ക് ഇവരെക്കാൾ ഒരു 2 ലിറ്റർ കുറയും. നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ കടിഞ്ഞൂലാണ്. 2ാമത്തെ പ്രസവം 3ാമത്തെ പ്രസവത്തിനാണ് പാല് കൂടി കിട്ടുക. നമ്മൾ കടിഞ്ഞൂല്, ഒരു കർഷകൻ കടിഞ്ഞൂല് കൊണ്ടുപോയുള്ള ഗുണം അവർക്ക് അതിനെ ഒരു 5-6 പ്രസവത്തിന് നിർത്താവുന്നതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് നല്ല സെലക്ഷൻ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. ജേഴ്സി ആണെങ്കിലും ഒറിജിനൽ ജേഴ്സി മാത്രമേ ഉള്ളൂ, ക്രോസ് ബ്രീഡ് ഇല്ല. അപ്പോൾ ഈ ജേഴ്സി പശുക്കളുടെ വില എങ്ങനെയാണ് വരിക? നമ്മൾ 60,000 മുതൽ തുടക്ക റേറ്റ് ആണ്. 60,000 മുതൽ അതിൻ്റെ ബോഡിക്ക് അനുസരിച്ചും പാലിനനുസരിച്ചും വില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എങ്ങനെ പോയാലും കൃഷ്ണഗിരിയേക്കാൾ വില കുറഞ്ഞ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതാ. പിന്നെ നമ്മൾ ഈ ഒരുപാട് പശുക്കളെ എടുക്കുന്നവർക്ക് നമ്മൾ ഡെലിവറി സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നല്ല സർവീസ് പോലെയാണ് ചെയ്യുന്നത്. ചെറിയൊരു പാക്കേജിൽ നമ്മളവിടെ എത്തിച്ചു കൊടുക്കും. അത് റബ്ബർ മാറ്റ് ഇട്ടിട്ട് നല്ല സേഫ് ആയിട്ടുള്ള വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പശുക്കളുടെ അടുത്ത് പോയി അപ്പോൾ ഓരോന്നിൻ്റെയും വിശേഷങ്ങളെല്ലാം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ചേട്ടാ, ഈ നിൽക്കുന്നതെല്ലാം ഇപ്പോൾ HF ആണെന്ന് തോന്നുന്നത്? അതെ, പ്യുവർ HF ആണ്. ഒരു 99% അല്ലെങ്കിൽ 95% മേലുള്ള HF ആണ്. അപ്പോൾ ഇതൊക്കെ ചെനപ്പശുക്കളാണോ അതോ? എല്ലാം ചെനയാണ്, കടിഞ്ഞൂലാണ്. 8 മാസം 8.5 മാസം ചെനയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് വില വരുന്നത്? ഇത് നമുക്ക് ഒരു 75 രൂപ വരും. ഹെവിയാണ് അത്. അതിന് തൊട്ട് താഴെ ഇത് 70 രൂപ വരും. ഇതിന്റെയൊക്കെ ഫസ്റ്റ് പ്രസവത്തിൽ നമുക്ക് ഏകദേശം എന്ത് പാല്? നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ 2 നേരം ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു 20 ലിറ്റർ പാലിന്റെ മേലെ കിട്ടും. ഓക്കെ. അപ്പോൾ ഈ പശുക്കളുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ ഇവിടെ കൊടുക്കുന്നത്? അതെ, ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് കാലത്ത് തന്നെ അവർക്ക് പല്ലറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതെ, നമ്മൾ പരുത്തിക്കുരു പിണ്ണാക്ക്, അതേപോലെ തന്നെ ചോളത്തടു എല്ലാം നാച്ചുറലാണ് കൊടുക്കുന്നത്. പിന്നെ വൈക്കോലും ഒക്കെ നമ്മൾ ഇവിടെ വൈക്കോൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതാണ്. പിന്നെ ഈ ചില ഫാമുകളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലും കൂളിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം. നമ്മൾ ഫാൻ സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫാൻ ഉണ്ട്. ഡെയിലി 2 നേരം കഴുകും, വാഷ് ചെയ്യും, നനയ്ക്കും. അതാണ്. പിന്നെ അവർക്ക് കുളിക്കാനായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നുണ്ട്. പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസം കൊണ്ട് അത് ഓപ്പൺ ചെയ്യും. അപ്പൊ അത് എല്ലാവർക്കും വളരെ കൂളിങ്ങിനായിട്ട് ഉപകാരപ്പെടുന്നതാണ്. അതൊരു ബാച്ചായിട്ട് നമ്മൾ തുറന്നു വിടാനുള്ള പ്രോഗ്രാമാണ്. പിന്നെ ഇവിടുത്തെ ഈ കറണ്ട് സിസ്റ്റം അത് എന്താ ചെയ്തത്? ഇത് 20 kV സോളാറാണ്. നമ്മൾ ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്നുണ്ട് ബാലൻസ് അത്ര അധികം വിൽക്കുന്നുണ്ട്. 20 kV എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ രാജേഷേട്ടാ, ഒരുപാട് ആളുകൾ ഇപ്പോൾ യുവാക്കളാണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ക്ഷീരമേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ചേട്ടൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണ്. നമ്മൾ ഏതൊരു കർഷകർ വരുമ്പോഴും ആദ്യമായിട്ട് ഉരുക്കളെ തിരഞ്ഞെടുക്കുക, അതായത് പശുവിനെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും വലിയ കർത്തവ്യം. അതിലാണ് എല്ലാവരും തോറ്റുപോകുന്നത്. പലരും ഒരുപാട് മാർക്കറ്റുകളിൽ പോയിട്ട് വില കുറഞ്ഞ സാധനത്തിനെ വാങ്ങിക്കൊണ്ടുവന്ന് ബ്രീഡ് നോക്കാൻ അറിയാതെ ചതിയിൽ പെട്ട് നമുക്കതിനോടൊരു മടുപ്പ് തോന്നും. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നല്ല ബ്രീഡിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തൈലേറിയ പോലത്തെ ഒരു അസുഖങ്ങളും ഇല്ലാത്ത 2 മാസം ഏറെയായി ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പശുക്കളെ 100ഓളം പശുക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതും മാന്യമായിട്ടുള്ള വില. ഞാനിതൊരു പാഷനബിളായിട്ട് ചെയ്യുന്ന ഒരാളാണ്, വെറും ഒരു മാർക്കറ്റ് കച്ചവടമായിട്ട് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. ചെറിയൊരു മാർജിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണഗിരിയിൽ നിന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ കുത്തിവെപ്പുകൾ, വാക്സിനുകൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മളിവിടെ വന്ന 2-ാം ദിവസം ഫസ്റ്റ് ദിവസം ബോഡി പെയിൻ ആവും. സെക്കൻഡ് ഡേ നമ്മുടെ ഡോക്ടേഴ്സ് വന്ന് അവർക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും, ബോഡി പെയിൻ, അതേപോലെ തൈലേറിയ, കുരലടപ്പൻ, ഇങ്ങനെയുള്ള എല്ലാത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അവരെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അവർ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഒരാഴ്ച നോക്കിയതിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഹൈടെക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫാമുകളിൽപ്പെട്ടൊരു ഫാമാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഇവിടെയുണ്ട്, ഒരുപാട് നല്ല ഇനം പശുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നെല്ലാം പശുക്കളെ വാങ്ങുമ്പോൾ പലരും പോയി ചതിയിൽ വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് 100% വിശ്വസ്തയോടുകൂടി നല്ല പശുക്കളെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് വളരെ സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ഇവിടുന്ന് ഈ മലാക്ക ഡയറി ഫാമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചേട്ടൻ്റെ അഡ്രസ്സും നമ്മുടെ ഫാമിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യക്കാർക്ക് എല്ലാം അത് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലാക്ക ഡയറി ഫാമിൽ തന്നെ ഏറ്റവും വലിയ ഒരു പോത്തുണ്ട്, അതേപോലെ തന്നെ കാളയുണ്ട്. നമ്മുടെ യുവരാജിൻ്റെ മകനായിട്ടുള്ള ഭീമ യുവരാജ് എന്ന് പറയുന്ന ഒരു പോത്തുകുട്ടൻ, വലിയൊരു പോത്തുകുട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.